പക്ഷെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടിൽ എന്തോ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ രാവിലെ പറഞ്ഞായിരുന്നു ഒരു നമ്മളെല്ലാരും ഞാനല്ല അമ്മായും അമ്മാമ്മ ഏകാദശി വ്രതം എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഉണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം വ്രതമായിരുന്നു കേട്ടോ. ഒരു ദിവസം ഫുൾ ഡേ വ്രതമായിരുന്നു, ഫുഡൊന്നും കഴിക്കണ്ട. അപ്പൊ തന്നെ നമ്മളൊക്കെ കഴിക്കും, നമ്മളൊക്കെ വെജാണെന്നേ ഉള്ളായിരുന്നു കേട്ടോ. ഞാനും ഭാവിയും അങ്ങനെയും കഴിക്കായിരുന്നു, പക്ഷെ വെജാണെന്നേ ഉള്ളൂ. അപ്പം ഇന്നലെ കഴിഞ്ഞു വ്രതം, പക്ഷെ ഇന്ന് കഴിഞ്ഞു വ്രതം. ഇന്നലെ കഴിഞ്ഞു വ്രതം. അപ്പൊ ഇന്നാണ് നമ്മൾ നോൺ വെജ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വേറൊരു വിശേഷമുണ്ട്. ഇന്ന് തൃക്കാർത്തികയാ. ഫ്രണ്ട്സ്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർത്തിക സ്പെഷ്യൽ വീഡിയോ എന്നും പറയാം കേട്ടോ. കാർത്തിക സ്പെഷ്യൽ വീഡിയോ നാളെ ഇടാം. ഇത് കാർത്തിക സ്പെഷ്യൽ ഇത് വീഡിയോ. കാർത്തിക സ്പെഷ്യൽ വീഡിയോ അല്ല, നമ്മളൊരു കുക്കിംഗ് വീഡിയോ എന്നല്ല. എനിക്കറിഞ്ഞോട് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. കുക്കിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ കുക്കിംഗ് പറയാം. വീഡിയോ ഞാനതൊക്കെ ചെറുതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഒന്നുമില്ലടാ, കഞ്ഞിയും പയറൊക്കെ വെച്ചതാ. പിന്നെ ഒരു മീൻ വറുത്തതും. അതാ നോൺ വെജ്. മീൻ വറുത്തത് കഞ്ഞിയും പയറിന്റെ കൂടെ മീൻ വറുത്തത് നോൺ വെജ് അല്ലേ? ചെറിയ മീനാ വലിയ മീനാ? വലിയ മീൻ അല്ലല്ല, നെത്തോലി. എന്താ എന്നെ കളിയാക്കിയതാണോ നെത്തോലിനോട്? അതെവിടെയോ കുത്തി പറഞ്ഞ പോലെ. അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നല്ല ചൂട് കഞ്ഞിയും കടുമാങ്ങയും മീൻ വറുത്തതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് സർപ്രൈസ്. സൂപ്പർ സൂപ്പർ. മോശം ഇഷ്ടല്ലേ കഞ്ഞിയും പയറൊക്കെ? എനിക്കിഷ്ടമാണ്, സത്യമായിട്ട് എനിക്കിഷ്ടം. പിന്നെ എന്തുണ്ട് വിശേഷം സ്കൂളിൽ? അത് പറ. ഇന്നെന്താവോ വലിയ വിശേഷമൊന്നുമില്ല. ടെസ്റ്റ് പേപ്പർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ മാർക്ക് കിട്ടി എനിക്ക്. ഫുൾ മാർക്ക്? ഇംഗ്ലീഷോ? അമ്മ ഇംഗ്ലീഷ് മാം ഞങ്ങളടുത്ത് പറഞ്ഞു ഇന്ന് ലാസ്റ്റ് അവർ ടെസ്റ്റ് പേപ്പർ ഇടാന്ന്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ലാസ്റ്റ് അവർ പറയാ നിങ്ങൾക്ക് ഓരോ ആഴ്ച ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒരു ടൈം ടേബിൾ തന്നെയാണ് കേട്ടോ. അപ്പം അല്ല, ചിലർക്കൊക്കെ ഓരോ ദിവസങ്ങൾ അങ്ങനെ വരാറുണ്ട്, ചില സ്കൂളുകൾക്കൊക്കെ. അപ്പം ആ ട്യൂഷൻ പഠിപ്പിക്കുന്നവർക്കൊക്കെ ഓരോ ദിവസം ഓരോ ടൈം ടേബിൾ. അപ്പം ഞങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ആണ്. ഒരു ദിവസം ചിലത് തന്നെ 2 ഒക്കെ കാണും കേട്ടോ. അപ്പം ഇന്ന് ഇംഗ്ലീഷ് ആയിരുന്നു 2. അപ്പം മാം പറഞ്ഞു ഫസ്റ്റ് അവറിൽ വന്നിട്ട് ലാസ്റ്റ് അവറിൽ എടുക്കാമെന്ന്. അപ്പം ഇപ്പം മാം വന്നിട്ട് പറയാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പർ റിട്ടേൺ അല്ലേ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഓറൽ ടെസ്റ്റ് പേപ്പർ വെക്കാൻ. 2 പീരീഡ് ഉണ്ടായിരുന്നല്ലോ ഇംഗ്ലീഷ്. ഞങ്ങളെ ഗ്രാമർ പഠിപ്പിച്ച്, പക്ഷെ ഗ്രാമർ അല്ല, മെയിൻ വേർഡും ഹെൽപ്പിംഗ് വേർഡ്. ഫ്രണ്ട്സ്, പിന്നെ സൺഡേ ഒരു പ്രത്യേകതയുണ്ട്. അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ ബർത്ത്ഡേ. ഫ്രണ്ട്സ്, എനിക്ക് വലിയ കാര്യം. എനിക്ക് എന്ത് ഗിഫ്റ്റാ തരുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കറിഞ്ഞൂടാ ഞാൻ അമ്മയ്ക്ക് എന്ത് കൊടുക്കും. നോക്കട്ടെ, ഞാനൊരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടുമോ നോക്കട്ടെ. ഇല്ല, വിമസിന് തരാൻ പറ്റുന്ന ഗിഫ്റ്റ് തന്നെ. വലിയ വിലയൊന്നുമില്ല അതിന്. പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കിട്ടും. കോപ്പിക്കട മിഠായി ആര് തരും ഫ്രീ ആയിട്ട്? 5 രൂപയ്ക്ക് തരുമല്ലോ, അതൊക്കെ വിടും. വേറെ എന്തുണ്ടെന്ന് സ്കൂളിൽ വിശേഷം? അതൊക്കെ പോട്ടെ, ഗിഫ്റ്റ് കൊടുത്തോ? ഗിഫ്റ്റ് ഞാന് നല്ല പൂർണ്ണമായിട്ട് ആൻസി മാമിന്റെ കയ്യില്, ഞാനില്ല അമ്മ പോയിക്കൊണ്ടിരുന്നപ്പോ ഫസ്റ്റ് വീട് ആൻസി മാം ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ അത് കൊടുത്ത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇത്ര കാര്യമായിട്ടൊക്കെ പറയുന്നത്. ഇന്ന് ഭയങ്കര ലൈവായിട്ട് എനർജറ്റിക് ആയിട്ട് മുടിയൊക്കെ രാവിലെ പോയ പോലെ തന്നെ ഇരിക്കാതെ. ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് 7th 8th BAയും ഒക്കെ പോയിരിക്കുകയായിരുന്നു, ടൂറിന് പോയിരിക്കുകയായിരുന്നു. ഇന്ന് ടൂറിന് പോയിരിക്കുന്നത് നമ്മളെ കൊണ്ടുപോയി സെയിം അടുത്ത് തന്നെ ലുലു മൾഫണ്ടൂറയില്. അപ്പം മിക്ക മാമാരും ആബ്സെന്റ് ആയിരുന്നു. കമ്പ്യൂട്ടർ മാം ജസ്റ്റ് ഒന്ന് വന്നിട്ടങ്ങ് പോയി. പിന്നെ PT മാം ആബ്സെന്റ് ആയിരുന്നു. രാജലക്ഷ്മി മാം ടൂർ പോയതല്ല, ഒരാഴ്ച കൊണ്ട് ആബ്സെന്റ് ആയിരുന്നു. പിന്നെ മാമാരും ഒന്ന് ക്ലാസ് എടുത്തു. ചിലതിലൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, വെറുതെ
ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വർക്ക് ഷീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഒന്നുമില്ല ഫ്രണ്ട്സ്. നമ്മൾ ഫ്രണ്ട്സ് സോറി, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കൈയൊക്കെ തട്ടിപ്പോയി, ഒന്ന് റെക്കോർഡ് ഓഫ് ആയി. ഞാനില്ലേ ഇന്ന് കഞ്ഞിയും പയറൊക്കെ കുക്ക് ചെയ്ത വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്തിട്ടില്ല. അത് ഇന്നിടാനുള്ള വീഡിയോ. അത് മിമ്മൂസും കൂടെ ഹെൽപ്പ് ചെയ്താൽ പെട്ടെന്ന്. ഇന്ന് മിമ്മൂസിന് പഴുത്ത മാമ്പഴം വെച്ചിട്ടൊരു ഷേക്ക് ഉണ്ടാക്കി തരാം. അയ്യോ, പഴുത്ത മാമ്പഴം വെച്ച് ഷേക്ക് ഉണ്ടാക്കണമെങ്കിൽ അല്ലാതെ തന്നെ തന്നാൽ മതി. പഴുത്ത മാമ്പഴം അല്ലാതെ കഴിക്കാനല്ല ടേസ്റ്റ്. ഫ്രണ്ട്സ് മാത്സ് ഇതുവഴി ടെസ്റ്റ് പോയ ഇന്നലത്തെ പോലെ പണി കിട്ടും. അപ്പുറത്തൂടെ പോവാം. വയ്യ ഇതുവഴി പോവാൻ. ഇന്നലെ ഓർക്കുന്നോ? ലോറി വലിയ ഇടിച്ചു. പക്ഷേ ലോറി ഇടിച്ചില്ല, സോറി ഫ്രണ്ട്സ്. ലോറി ഇവിടുന്ന് കയറുന്നു, നമ്മൾ ഇവിടുന്ന് കയറുന്നു. നമ്മൾ അങ്ങോട്ട് എങ്ങനെയൊക്കെ ഒരു വീട്ടിൻ്റെ അകത്ത് കയറ്റി ലോറിനെ സുഖമായിട്ട് ടാറ്റയും ബബയൊക്കെ കൊടുത്ത് പറഞ്ഞിട്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ ഇറക്കി കേട്ടോ. ഭയങ്കര പാടായിരുന്നു. ഒന്നാമത് ആ റോഡിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറെ ഇന്ന് വിശേഷം എന്താ ഫ്രണ്ട്സ്? കാണിക്കല്ലേ, അമ്മേനെ കാണിച്ചില്ല, സോറി. വീട്ടിൽ നിന്ന പോലെ. നാളെ എന്തോ എവിടെയോ എന്തൊക്കെയോ പരിപാടിയാന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാളെ സാറ്റർഡേ ഹോളിഡേ അല്ലേ നിങ്ങൾക്ക്? ഇല്ലല്ലോ, ഞങ്ങൾക്കല്ല, വേറെ എവിടേക്കോ എന്തൊക്കെയോ പരിപാടി. ഡാൻസിന് പോവാം. എന്തൊക്കെ സോറി ഫ്രണ്ട്സ്, എന്റെ കൈയൊക്കെ തട്ടി ഇത് പോസൊക്കെ ആയിപ്പോവും. നിങ്ങളൊന്നും വിചാരിക്കരുത്. കണ്ണ് കുഴപ്പമില്ല, വേണം വലുതായിട്ടൊന്നുമില്ല. സാരമില്ല, ഇപ്പൊ ചെന്നിട്ട് കുളിച്ചിട്ട് ഒന്നുകൂടി മെഡിസിൻ ഒഴിക്കാം. ഓക്കേ, ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടുത്തെ റോഡും. ഫ്രണ്ട്സ് ഇനിയില്ലേ നമ്മുടെ വീട്ടില് കരോളവരൊന്നും വന്നിട്ടില്ല കേട്ടോ. കരോളവരൊക്കെ പെട്ടെന്ന് വാ, മെമോസിന് ഡാൻസ് ചെയ്യണം. ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിക്കും, ഞാൻ പറയാൻ മറന്നു കേട്ടോ, നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് അഗസ്റ്റയ്ക്ക് കൊടുത്തു മാമിന്റെ കയ്യിൽ കറക്റ്റായിട്ട് ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നാണ് ഫ്രണ്ട്സ്. ഇന്നല്ല നമ്മൾ വീഡിയോ എടുത്തില്ല, ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു. അവിടെ ക്ലോസ് ചെയ്തു ഫ്രണ്ട്സ്. ഇനി അവിടെ നിന്നൊക്കെ ഭയങ്കര പഠിക്കും. അവിടെ നിന്ന് കുറഞ്ഞിട്ട് ഇവിടെ വരും. കട്ടിയല്ലേ ഇവിടെ നിന്ന് പോകുന്നില്ലേ? അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്സ് തന്നെയായിട്ട് ക്രിസ്മസ് ലോട്ട് ഇട്ടു മാമിൻ്റെ. നമ്മൾ ഇതെന്താ പറയുക, സ്കൂളിൽ ഈ സെലിബ്രേഷൻ ഈ ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുക്കുന്നതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് തന്നെ ഇട്ടു. ഫ്രണ്ട്സ് ഇട്ടപ്പോഴത്തേന് എനിക്ക് കിട്ടിയത് അഗസ്തീനെയാണ് കേട്ടു. അഗസ്തയ്ക്ക് കിട്ടിയത് എന്നെയാണ്. അവിടെ നിന്ന് എനിക്ക് അഗസ്ത പക്ഷേ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അത് അവൾ എനിക്ക് സ്നേഹത്തോടെ തന്നാണ്. അത് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അതിലൊരു ഐ ഉണ്ട് ഫ്രണ്ട്സ്, അതെനിക്ക് എവിടെ നിന്നാണെന്ന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ആർട്ട് ബുക്കിൽ അയ്യോ അയ്യോ എനിക്ക് വയ്യ അമ്മ. അടിപൊളി ഫ്രണ്ട്സ്. ഒരു ഫ്രണ്ട്സിന്റെ കൈ തട്ടി നിന്ന് പോയാണെങ്കിൽ ഇത്രാമത്തെ ബോറടിപ്പിക്കാതെ കാണുന്നവരെ. അമ്മ എല്ലാ വീട്ടിലും പറയും കാണുന്നവരെ ബോറടിപ്പിക്കില്ലെന്ന്. അവര് തന്നെ കമന്റ് ചെയ്തു, മോള് സംസാരിച്ചോ ബോറടിക്കുന്നില്ലെന്ന്. കഴിഞ്ഞ ദിവസം മിമ്മൂസിന് ഒരു ന്യൂ ഫ്രണ്ട് മെസ്സേജ് ചെയ്തു, യൂട്യൂബിൽ കമന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ്, മിമ്മുനെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ വീട്ടിലേക്ക് അഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് ബംഗ്ലാദേശ് ആണെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ ഫോണിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, മിമ്മു അപ്പം നമ്മളെയൊക്കെ വിട്ട് ബംഗ്ലാദേശിലേക്ക് പോവാം. എനിക്ക് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ സ്ഥലം പോലും ഞാൻ ഇപ്പൊ ഇത് പറയുമ്പോഴാണ് കേൾക്കുന്നത്. വഴക്ക് കിട്ടിയല്ലോ. വഴക്കൊന്നും കിട്ടിയില്ല, നല്ല കുട്ടിയാ. ഏകാദശി വ്രതം എടുക്കുമ്പോ വഴക്ക് പറയരുത്, കുട്ടികളെ കരയിപ്പിക്കരുതെന്നായിരുന്നു. അതുകൊണ്ട് 3-4 ദിവസം രക്ഷയുണ്ട്. സാരമില്ല, സമയമുണ്ട്. നാളെ മറ്റന്നാൾ 15-ാം തീയതി വഴക്ക് പറഞ്ഞൂടാ. 15-ാം തീയതി വഴക്ക് പറഞ്ഞൂടാ. അമ്മ ജനിച്ച ദിവസമാണ് വഴക്ക് പറയേണ്ടത്. വഴക്ക് പറയരുത്, വഴക്ക് പറയേ ചെയ്യരുത്
ഫ്രണ്ട്സ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാട്ടോ, ഇപ്പൊ വീടെത്താനായി. എത്ര സമയമായി നിങ്ങളെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ ആരെങ്കിലും ഒരു കമന്റ് ചെയ്യാന്നില്ലേ, അങ്ങനെയെങ്കിലും നിർത്തുമല്ലോ എന്ന്. ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും ഒന്ന് വീട്ടിലെത്തട്ടെ. വീട്ടിൽ പോയി കഞ്ഞിയും പയറും കഴിക്കുമ്പോ കാണാം. ഓക്കെ. മിമ്മൂസേ, കഞ്ഞിയും പയറും കഴിക്കാണ്ട് റെഡി ആയിരിക്കാം. എന്താ വിശക്കണം എനിക്ക്. എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് തികഞ്ഞില്ല. അമ്മനെ കഞ്ഞിയും പയറും? എന്താ എന്തിനാണ് കളവ നോക്ക്. കഴിച്ചു നോക്കട്ടെ. ചിക്കൻ ഫ്രൈ എടുക്കാം, മീൻ ഫ്രൈ എടുക്കാം, കുറച്ച് പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഒന്നുമില്ലടാ, വീഡിയോ എടുക്കാനായിരുന്നു. കുറച്ച് ചമ്മന്തി എടുക്കാം, കുറച്ച് അച്ചാർ എടുക്കാം, കുറച്ച് ചോര എടുക്കാം, കുറച്ച് കോവക്ക മെഴുക്കുവരട്ടി എടുക്കാം, കുറച്ച് കൊത്ത് ചിക്കനാണ്. കൊത്ത് ചിക്കൻ എടുക്കാം. കൊത്ത ചിക്കനാന്ന് വാവ നേരത്തെ പറഞ്ഞ്. അയ്യടാ, ഫിഷ് അല്ല ഇന്ന് ചിക്കനാ കഞ്ഞിയുടെ കൂടെ എന്ന് വാവ നേരത്തെ പറഞ്ഞു കേട്ടോ. കൊത്ത് ചിക്കൻ കഴിച്ചോക്കാം. ഇതെന്താ ഇവിടെ കൊമ്പോ? ഇവിടെ എങ്ങനെയുണ്ട്? ഒരാൾ ഒരുമിച്ച് വെച്ചാൽ ഒന്നും ടേസ്റ്റ് ഇടാൻ പറ്റില്ല. ഇതെങ്ങനെയാ കുക്ക് ചെയ്തെന്ന് അറിയണ്ടേ? വേണ്ടേ? വേണ്ട. അതിന്റെ വീഡിയോ ഇതിന്റെ പുറകെ ഇടാം. ഓക്കെ, എന്നാ പിന്നെ കഴിച്ചിട്ടാണോ? നമുക്ക് കഴിച്ചിട്ടാണ്. ഇത് ഫുള്ള് കഴിക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ രണ്ട് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി ഇട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ നിഷ മാം ക്യാൻറ്റീനിൽ നിന്ന് എനിക്കും അഗസ്റ്റിക്കും ഇന്ന് സ്നിക്കേഴ്സ് വാങ്ങിച്ചു തന്നു. എനിക്ക് സ്നിക്കേഴ്സ് നമ്മൾ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് സ്നിക്കേഴ്സ് വാങ്ങി, അഗസ്റ്റാണ് എല്ലാവരും എനിക്കത്. അപ്പം നമ്മൾ അത് രണ്ടും വാങ്ങിച്ചു കഴിച്ചു. അപ്പം നമ്മൾക്ക് എന്തായാലും നല്ല അടിപൊളി പൊതിച്ചോറൊക്കെ കഴിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മളെല്ലാവരും ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. ബൈ ബൈ.